മണ്ണാർക്കാട് അപകടം, മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിച്ചു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മണ്ണാർക്കാട് പനയമ്പാടത്തെ അപകടത്തിൽ മരിച്ച 4 കുട്ടികളുടെയും ഖബറടക്കം ഇന്ന്. പാലക്കാട് ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ 6 മണിയോടെ ബന്ധുക്കൾക്ക് കൈമാറി. രാവിലെ 8:30 തുപ്പനാട് കരിമ്പനിക്കൽ ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും. 10:30 തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കം. പരീക്ഷ എഴുതി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ലോറി ദേഹത്തേക്ക് മറിഞ്ഞാണ് കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ചെറുള്ളി പള്ളിപ്പുറം അബ്ദുൾ സലാമിന്റെയും ഹാരിസയുടെയും മകൾ PA ഇർഫാന ഷെറിൻ, പെട്ടേത്തൊടി അബ്ദുൾ റഫീഖിന്റെയും ജസീനയുടെയും മകൾ റിദ ഫാത്തിമ, കവളയെങ്കിൽ സലീമിന്റെയും നബീസയുടെയും മകൾ നിദ ഫാത്തിമ, അത്തിക്കൽ ഷറഫുദ്ദീന്റെയും സജിനയുടെയും മകൾ AS ആയിഷ എന്നിവരാണ് മരിച്ചത്. ഇവരുടെ സഹപാഠി അജ്ന ഷെറിൻ സമീപത്തെ ചെറിയ താഴ്ചയിലേക്ക് തെറിച്ചു വീണതിനാൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഇന്നലെ വൈകിട്ട് 3:40 അപകടം. 1/2 കിലോമീറ്ററിനുള്ളിലാണ് മരിച്ച 4 പേരുടെയും വീടുകൾ. പാലക്കാട്ട് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റ് കയറിപ്പോയ ലോറി എതിർദിശയിൽ വന്ന ലോറിയുടെ പിൻഭാഗത്തിടിച്ച് ഇടതുവശത്തേക്ക് പാഞ്ഞു കയറി വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് കയറുകയായിരുന്നു. അപകടം നടന്നയുടൻ സിമന്റ് പൊടി പറന്നതിനാൽ കുറച്ചു നേരത്തേക്ക് ഒന്നും വ്യക്തമായില്ല. പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് സിമന്റ് ലോഡ് മാറ്റി ലോറി ഉയർത്തിയ ശേഷമാണ് അടിയിൽ കുടുങ്ങിയ വിദ്യാർത്ഥിനികളെ പുറത്തെടുക്കാനായത്. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ലോറി മാറ്റി കൂടുതൽ പേർ അടിയിലില്ലെന്ന് ഉറപ്പാക്കി. 5 പേരും പതിവായി ഒരുമിച്ചാണ് സ്കൂളിൽ പോയി വരുന്നത്.